ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ കഴിഞ്ഞ 19-ാം തീയതി കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ ഒരു മുഖാമുഖം നടന്നപ്പോൾ അതിലെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ സന്ദർഭത്തിൽ ജിന്നുകളെ വിളിച്ചു തേടുന്ന ഒരു വിഭാഗം മുജാഹിദുകളിൽ ഉണ്ട് എന്ന ഏതോ ജൂതന്റെ മനസ്സിൽ ഉണ്ടായ അവിടുന്ന് രൂപപ്പെട്ട ഒരു ദുരാരോപണം പ്രചരിക്കുന്നുണ്ടെന്നും ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്നില്ല, അപകടഘട്ടത്തിൽ അവർ സഹായിക്കുമെന്ന് വിചാരിച്ചാൽ തന്നെ ശിർക്കാകും എന്ന് ഞാൻ പറഞ്ഞ ഒരു പരാമർശം ചിലർ ക്ലിപ്പുകളാക്കി അയച്ചതായും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും നടക്കുന്നതായി അറിഞ്ഞു. നമുക്കറിയാം, ഞാൻ സംസാരിച്ച സാഹചര്യം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതാണ്. ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം. അപ്പൊ അപകടഘട്ടം എന്ന് പ്രത്യേകം പറഞ്ഞത് ഒരു ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ട് വീഴുന്നു, അല്ലെങ്കിൽ ഒരു ചുരത്തിൽ നിന്ന് വണ്ടി മറിയാൻ പോകുന്നു തുടങ്ങിയ ചില ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അത്തരം ഒരു ഘട്ടത്തിൽ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ മൊഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് വിളിക്കണമെന്നില്ല. ആ സന്ദർഭത്തിൽ മൊഹീദ്ദീൻ ഷേഖിനെ രക്ഷിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ അത് ശിർക്കാണ്. അതേപോലെ ജിന്ന് രക്ഷിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. മുജാഹിദുകൾ നേരത്തെ പറയുന്ന കാര്യമാണിത്. ഉദാഹരണമായി കുഞ്ഞീദ് മദനി അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി ആ കാര്യം പറയുന്നുണ്ട്. അഭൗതികമായ മാർഗത്തിൽ ഒരു ഗുണലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള അർത്ഥന മാത്രമേ പ്രാർത്ഥനയാവുകയുള്ളൂ. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹായിക്കാനുള്ള അർത്ഥനയൊന്നും പ്രാർത്ഥനയല്ല. അതേപോലെ കുഞ്ഞീദ് മദനി ഒന്നുകൂടി വ്യക്തമാക്കുന്നു, അഭൗതിക മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധത്തിന് അതീതമായ ഗുണവും ദോഷവും വരുത്താൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ടെന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കൊടുക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിന്റെ പടപ്പിന് കൊടുക്കുക, അഥവാ അഭൗതികത സൃഷ്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് ഇബാദത്തായി മാറും. അപകടഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രാർത്ഥന വരുന്ന സന്ദർഭം, അതുകൊണ്ടാണ് ആ ഘട്ടം ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇനി അപകടഘട്ടം അല്ലാത്തൊരു സന്ദർഭമാണെങ്കിൽ പോലും അഭൗതികത സൃഷ്ടികൾക്ക് കൽപ്പിച്ചാൽ അതോടുകൂടി അത് ഇബാദത്തായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രവുമല്ല, ഇത് വ്യക്തമായി പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. മൂവാറ്റുപുഴ സംവാദത്തിൽ സിഹറുമായി ബന്ധപ്പെട്ട് നൌഷാദ് ഹസനി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ജിന്ന് അഭൗതികമാണ് എന്ന ഹനീഫ് കായക്കുഴിയുടെ വാദം അത് പറഞ്ഞതിന് ശേഷം നൌഷാദ് ഹസനി ചോദിച്ചു, ജിന്ന് അഭൗതികമാണെന്ന് നിങ്ങൾ പറയുന്നു, സിഹറു ഫലിക്കുമെന്നും നിങ്ങൾ പറയുന്നു, അപ്പോൾ സാഹിറിന് ജിന്നിൽ നിന്നും കിട്ടുന്ന സഹായം അഭൗതികമല്ലേ? അപ്പോൾ അത് ശിർക്കാവുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഹനീഫ് കായക്കുടി പറഞ്ഞത്, അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുകയില്ല, വിളിച്ചു പ്രാർത്ഥിച്ചാലേ ശിർക്കാവുകയുള്ളൂ. ഇത് മഹാ അപകടമാണ്. ആ വിശ്വാസമാണ് ശിർക്ക്. ആ വിശ്വാസം കൊണ്ട് പുറത്തു വരുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് തർക്കം യാതൊന്നിന്റെയും ആവശ്യമില്ല. ജിന്നെ കാക്കണേ ശിർക്കാണ്, മലക്കെ കാക്കണേ ശിർക്കാണ്, മൊഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ ശിർക്കാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സഹായം അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഡോക്ടർ ഉസ്മാൻ സാഹിബ് വളരെ കൃത്യമായി ഈ വിഷയം വളരെ നേരത്തെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖ്യശത്രു എന്ന പുസ്തകത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും, ഇത്തരം ആരാധനയിലൂടെ മനുഷ്യനും അവന്റെ കൂട്ടാളിയായ പിശാചും തമ്മിൽ കൂടുതൽ അടുക്കുകയും അവരുടെ ഇടയിലുള്ള മറ നീങ്ങിയതായി മനുഷ്യന് അനുഭവപ്പെടുകയും ചെയ്യുന്നു. കശ്ഫ്, ഇത് മനുഷ്യന്റെയും ദൈവത്തിന്റെയും ഇടയിലുള്ള മറ നീങ്ങിയതാണെന്ന് ഈ മനുഷ്യൻ ധരിക്കും. അദൃശ്യ കാര്യങ്ങളും കൂടി അറിയാവുന്ന ദൈവീക നില താൻ പ്രാപിച്ചിരിക്കുകയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അഹം ബ്രഹ്മാസ്മിയും അനൽ ഹക്കും എല്ലാം ഇത്തരം അനുഭൂതികളുടെ മൂർധന്യത്തിലുണ്ടാകുന്ന തോന്നലുകളായിരിക്കാം. ഇങ്ങനെ ആരാധനയിലൂടെ പിശാചിന്റെ മിത്രങ്ങളായി മാറുന്നവർക്ക് പിശാചിൽ നിന്നുള്ള ചില ഉപകാരങ്ങളും ലഭിച്ചേക്കും. പൈശാചിക ബോധനങ്ങൾ കിട്ടുകയും തങ്ങൾ അദൃശ്യകാര്യങ്ങൾ അറിയുന്നുവെന്ന് അവർക്ക് തോന്നുകയും ചെയ്യും. ആരെങ്കിലും അവരെ വല്ല കാര്യത്തിനും കാണാൻ വന്നാൽ എവിടെ നിന്ന് എന്താവശ്യത്തിന് വന്നു എന്നും മറ്റും അവർ അഡ്വാൻസായി പറഞ്ഞൊപ്പിച്ചു കളയും. ഇവർ അദൃശ്യകാര്യങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ പ്രത്യേക ആളുകളാണെന്ന് ജനം ധരിച്ചേക്കുകയും ചെയ്യും. ഈ കള്ള ദിവ്യന്മാരുടെ പിശാചുക്കളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ചില്ലറ ഉപകാരങ്ങളാണ് ഇതെല്ലാം. ഇങ്ങനെ മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾക്ക് ജിന്നുകളിൽപ്പെട്ട പിശാചുക്കളിൽ ചില ഉപകാരങ്ങൾ ലഭിക്കുന്ന കാര്യം
വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ മുൻകാല മുജാഹിദ് പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അത് ശിർക്കല്ല. അത് ശിർക്കാണെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഷിർക്ക് എഴുതി എന്ന് പറയേണ്ടി വരും. ഇന്ന് വരെ ആരും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് നേരത്തെ മുജാഹിദുകൾ വിശ്വസിച്ചു വരുന്ന പ്രമാണബദ്ധമായ വിശ്വാസമാണ് നമുക്കുള്ളത്. ഞാൻ അവിടെ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. ഭൗതിക മാർഗത്തിലുള്ള വിളി വരുന്ന സന്ദർഭമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അവിടെ വിളിച്ചുകൊള്ളണം എന്നില്ല. സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ അത് ഷിർക്കാണ്. അനീഫ് കായക്കൊടിക്ക് പറ്റിയ അബദ്ധം, അങ്ങനെ വിശ്വസിച്ചാൽ ഷിർക്കാവുകയില്ല, വിളിച്ചു പ്രാർത്ഥിച്ചാലേ ഷിർക്കാവുകയുള്ളൂ. അതിന് പ്രമാണബദ്ധമായ ഒരു വ്യംഗ്യമായ മറുപടി കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും തൗഹീദിൽ അടിയുറച്ചു നിന്ന് മരണം വരെയും തൗഹീദിന്റെ മാർഗത്തിൽ തുടരാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.